ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഇവിടെ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നെല്ലാമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ഈ സ്നേഹത്തിന്റെ കട തുറക്കാൻ ഇരിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കെതിരെ ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യ സഖ്യം എന്നുള്ളത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അടുത്തതായി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ സഖ്യം തകർന്നടിയും എന്നുള്ള ഭയമാണ് കോൺഗ്രസിനെ ഭരിക്കുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ സഖ്യ നേതാക്കന്മാരും അവർക്ക് പിന്തുണ കൊടുത്തിരുന്ന അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളും, അത് രാജ്യത്തിനകത്തും പുറത്തും ഉള്ള ബുദ്ധി കേന്ദ്രങ്ങളും ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഇത്തവണ തീർച്ചയായും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നാണ്. അതിനുള്ള വലിയ കരുനീക്കങ്ങൾ അവർ നടത്തുകയും ചെയ്തു. ഈ രാജ്യത്ത് BJPയും കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്കെതിരെ പൊതു സ്ഥാനാർത്ഥി എന്നുള്ള ലക്ഷ്യം അവർ വെച്ചു. അതേറെക്കുറെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ കണക്ക് കൂട്ടലിൽ ഏതാണ്ട് 290 വോട്ടിനടുത്ത് സീറ്റിനടുത്ത് ലഭിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്നുള്ള ഒരു കണക്ക് കൂട്ടലുണ്ടായിരുന്നു. നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് കരുതി. ആ കണക്കുകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ അന്താരാഷ്ട്ര ഏജൻസികളും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്മാരും എല്ലാം ഉൾപ്പെടെ വലിയ ഒരു ഒരുക്കം നടത്തുകയും ചെയ്തു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ആകെപ്പാടെ പൊളിഞ്ഞുപോയി. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായ ഈ വലിയ ഗൂഢാലോചനയും അട്ടിമറി നീക്കവും പരാജയപ്പെടുത്താൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിനും സാധിച്ചു. ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയെ കൈയൊഴിയാൻ അവർ നിർബന്ധിതമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഈ സാഹചര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ സംസ്ഥാനങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. ഇപ്പൊ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, അതുപോലെ ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ BJPയോട് നേരിട്ട് കോൺഗ്രസ് ഏറ്റുമുട്ടിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന് 1 സീറ്റ്, 2 സീറ്റ്, അല്ലെ 0 സീറ്റ് ഇതൊക്കെ ഉള്ളൂ. എന്നാൽ പ്രാദേശിക കക്ഷികളുടെ സഹായത്തോടു കൂടി ഇന്ത്യ മുന്നണി ഒരൊറ്റ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ച പ്രദേശങ്ങളിലാണ് ഇന്ത്യ മുന്നണിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളുടെ സീറ്റ് എടുത്ത് കോൺഗ്രസിന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും 99 സീറ്റ് വരെ എത്താനും സാധിച്ചത്. തമിഴ്നാട് നമുക്കറിയാം, DMKയുടെ ഔദാര്യമില്ല എങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇല്ല. ശിവസേനയുടെ NCPയുടെ ഔദാര്യമില്ല എങ്കിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇല്ല. അതേപോലെ തന്നെയാണ് കർണാടകത്തില് എന്ന് പറയത്തില്ല. പക്ഷേ തെക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ആന്ധ്രാപ്രദേശ് ആണെങ്കിലും തെലങ്കാനയാണെങ്കിലും അവിടെയൊക്കെ തന്നെ ഈ ഘടകകക്ഷികളുടെ പിൻബലത്തിലാണ് കോൺഗ്രസിന് നേരിയ തോതിലെങ്കിലും സീറ്റ് കിട്ടിയത്. ഉത്തർപ്രദേശിലും ബീഹാറിലും എല്ലാം സംഭവിച്ചത് ഇത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സത്യത്തിൽ ഘടകകക്ഷികൾക്ക് വലിയ നഷ്ടക്കച്ചവടമാണ് സംഭവിച്ചത്. കോൺഗ്രസിനെ ചുമക്കുകയും വേണം, എന്നാൽ പ്രധാനമന്ത്രിയാകാനുള്ള ശേഷിയുമില്ല, അതിനുള്ള സീറ്റുമില്ല. അപ്പൊ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മളത് കണക്ക് കൂട്ടുമ്പോൾ 42 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് സ്വന്തം ശക്തി കൊണ്ട് നേടിയ സീറ്റ്. ബാക്കി 50-ൽ പരം സീറ്റുകൾ ഘടകകക്ഷികളുടെ പിൻബലം കൊണ്ട് മാത്രം കിട്ടിയതാണ്. അങ്ങനെയാണ് 99 സീറ്റിലെത്തിയത്. അതായത് 60% സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ച 60% സീറ്റുകൾ ഘടകകക്ഷികളുടെ ദാനമായി കിട്ടിയതും 40% സീറ്റുകൾ സ്വന്തം ശക്തിയിൽ ജയിച്ചതും ഇതാണ് ഇതിന്റെ വസ്തുത. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളായ പ്രാദേശിക പാർട്ടികളെ പിന്താങ്ങി നിൽക്കുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുക, പിന്തുണയ്ക്കുക, ഇനി മറുപടി പറയാനില്ലെങ്കിൽ പോലും അതിൽ നിശബ്ദത പാലിക്കുക, അല്ലെങ്കിൽ പത്രക്കാരോട് തട്ടിക്കയറുക, ഞാൻ വന്നിരിക്കുന്ന ആ കാര്യത്തിനൊന്നും അല്ല എന്ന് പറയുക. അങ്ങനെ ഒഴിഞ്ഞു മാറാനും ഒളിച്ചോടാനും തട്ടിക്കയറാനും മാത്രമാണ് ഇന്ന് കോൺഗ്രസിന് സാധിക്കുന്നത്.
രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. കൽക്കട്ട സംഭവത്തിൽ ദേശീയ നിലപാട് എന്ത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് നിലപാടില്ല. കാരണം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ പിന്താങ്ങിയില്ല എങ്കിൽ, മമതാ ബാനർജിയുടെ പിന്തുണ കിട്ടിയില്ല എങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ നഷ്ടം വരും. അതുകൊണ്ട് മമത എന്ത് അക്രമം കാണിച്ചാലും ആ അക്രമത്തെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും അല്ലാതെ മറ്റ് യാതൊരു മാർഗവും കോൺഗ്രസിനില്ല. അത് തമിഴ്നാട്ടിലാണെങ്കിലും അതെ, അത് മഹാരാഷ്ട്രയിലാണെങ്കിലും അങ്ങനെയാണ്, ബീഹാറില് UP-യില് ഒക്കെ തന്നെ ഘടകകക്ഷികളെ പിന്താങ്ങേണ്ട ഗതികേടിലേക്ക് ഇന്ന് കോൺഗ്രസ് മാറി. പണ്ട് അങ്ങനെയല്ല, ഘടകകക്ഷികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ്, കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ട് ഘടകകക്ഷികൾക്കും സീറ്റ് കിട്ടുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് ഘടകകക്ഷികളുടെ പിന്തുണയോടെ സീറ്റ് കിട്ടുന്നു കോൺഗ്രസിന്. ഘടകകക്ഷികളുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു അനാഥ കുട്ടിയെ പോലെയാണ് കോൺഗ്രസ്. പിന്നെ കോൺഗ്രസ് നേതാവിന്റെ കാര്യം ഒട്ട് പറയാനുമില്ല. രാഹുൽ ഗാന്ധിയുടെ കാര്യം നമുക്ക് പറയാനുമില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്, ദേശീയ ശാപമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അരാജകാവസ്ഥ സൃഷ്ടിച്ചാൽ അതിനെതിരെ ശബ്ദം ഉയർത്താൻ കോൺഗ്രസിന് ഇന്ന് കഴിയുന്നില്ല. കോൺഗ്രസ് അവിടെ വാ മൂടിക്കെട്ടിയ അല്ലെങ്കിൽ കയ്യും കാലും കൂച്ചിക്കെട്ടിയ അവസ്ഥയിലാണ് ജീവിച്ചിരിക്കുന്നത്. കാരണം ഇവർ ഭക്ഷണം കൊടുത്താൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഇപ്പോ വിപുലാൽ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, അതായത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താവുന്ന സാഹചര്യമല്ലേ എന്ന്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ കാലത്ത് രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. നമുക്ക് കേരളത്തിലെ EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട കാര്യം അറിയാം. പക്ഷേ മലയാളികൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ BJP അതിനെ എതിർത്തു. അന്ന് BJP-യുടെ പൂർവ്വരൂപമായ ജനസംഘമാണ് കേന്ദ്രത്തിലുണ്ടായിരുന്നത്. ജനസംഘം അതിനെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു, ഏത് കാരണവശാലാണെങ്കിലും കേരള ഗവൺമെന്റിനെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ശരിയല്ല എന്ന നിലപാടെടുത്തുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും വളരെ ശക്തമായി നിലകൊണ്ട പാർട്ടിയാണ് ഇന്നത്തെ BJP-ആയ അന്നത്തെ ജനസംഘം. ജനസംഘത്തിന്റെ അല്ലെങ്കിൽ BJP-യുടെ ആ രാഷ്ട്രീയ നിലപാടിന് ഇന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ക്രമസമാധാന പ്രശ്നത്തിൽ ഒരു സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അല്ലെങ്കിൽ ഭരണകൂട സംവിധാനം പാടെ പരാജയപ്പെടുകയും ആ സംസ്ഥാനത്തിന്റെ കൺട്രോൾ രാജ്യത്തിന് നഷ്ടമാവും എന്ന് തോന്നുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമേ അങ്ങനെ ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിസഭയെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് BJP-യുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നിലപാട്. ഇപ്പോൾ കൽക്കട്ടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ, പശ്ചിമ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പരകൾ, ഇതൊക്കെ അവിടുത്തെ പോലീസിന്റെ പിടിപ്പുകേട് കൊണ്ടല്ല, അല്ലെങ്കിൽ പോലീസിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, പോലീസിനെ അവിടെ നിയന്ത്രിച്ചു നിർത്തുന്ന ഭരണകൂടം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തത്ര മോശമായ ഒരു ക്രമസമാധാന നില പശ്ചിമ ബംഗാളിൽ ഇല്ല. പിന്നെ അവിടെ നടക്കുന്ന അക്രമങ്ങൾ എന്താണ്? അത് ഭരണകൂടം നേരിട്ട് നടത്തുന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് പാർട്ടി അതിന്റെ മുഖ്യമന്ത്രി നേതാവുമായിട്ടുള്ള മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരം മമതാ ബാനർജിയുടെ അനുയായികൾ നേരിട്ട് പോയി നടത്തുന്ന, അവരുടെ ഭരണ പിന്തുണയോടെ നടത്തുന്ന ആക്രമണമാണ്. അതിന് ആക്രമണത്തെ അടിച്ചമർത്താൻ അവിടുത്തെ ഭരണകൂടത്തിന്റെ മേൽ കർശനമായ നിർദ്ദേശം കൊടുക്കുകയും അത് നടപ്പാക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭരണകൂടം അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ അവിടെ കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ട്, അങ്ങനെയാണല്ലോ സുപ്രീം കോടതിയും പറഞ്ഞത്, അവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ ക്രമസമാധാന ചുമതല CRPF ഏറ്റെടുക്കുന്നു എന്നാണല്ലോ, അങ്ങനെ ചെയ്യണം എന്നാണല്ലോ സുപ്രീം കോടതിയും പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അവിടുത്തെ സർക്കാരിനെ പിരിച്ചുവിട്ടാൽ ഇന്ത്യ സഖ്യത്തിന് ഒന്നിക്കാനും, രാജ്യവ്യാപകമായിട്ട് മാത്രമല്ല അമേരിക്കയിലും യൂറോപ്പിലും പോയി ഇന്ത്യയിൽ ജനാധിപത്യം നശിച്ചിരിക്കുന്നു, ഇതാ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ പിരിച്ചുവിട്ടിരിക്കുന്നു, ഏകാധിപത്യത്തിലേക്ക് പോകുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വരുന്നു എന്നൊക്കെയുള്ള വലിയ കോലാഹലങ്ങൾ ഉണ്ടാവും. അതിനെ പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷെ BJP-യുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും രാഷ്ട്രീയ നിലപാട് ഇത്തരം പിരിച്ചുവിടലിനെതിരായതുകൊണ്ട് ആണ് ആ ഒരു നടപടി എടുക്കാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ക്രമസമാധാനം തകർന്നിട്ടില്ല, തകർത്തിട്ടേ ഉള്ളൂ. ബംഗാളിൽ ക്രമസമാധാനം തകരുകയല്ല ഉണ്ടായത്, അത് മമതാ ബാനർജി നേരിട്ട് ഇറങ്ങി തകർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമെടുപ്പിക്കുക എന്നൊരു നയമായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാൻ പോകുന്നത്.
അതായത് ഏതൊരു മമതാ ബാനർജിയാണോ അവിടെ ക്രമസമാധാനം തകർത്തത്, അതേ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ ക്രമസമാധാനം തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ശക്തമായ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാവാനാണ് സാധ്യത.